ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കിംഗ് ഒട്ടും ഇല്ലാതെ തന്നെ ചോറ് വിളമ്പുന്ന സമയം കൊണ്ടൊരു കറി ഉണ്ടാക്കിയെടുത്താലോ. ഇതിന് നമുക്ക് കടുക് വറുത്തിടാൻ മാത്രമേ കുക്കിംഗ് വരുന്നുള്ളൂ. ഒരു 2-3 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതാണ് തമ്പുളി. ഇതൊരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ റെസിപ്പിയാണ്. തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ സമയമൊന്നും ആവശ്യമില്ലല്ലോ. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ തമ്പുളി കക്കരിക്ക വെച്ചിട്ടാണ് കേട്ടോ. തമ്പുളി നമുക്ക് ഉലുവ, ക്യാരറ്റ്, തക്കാളി, ചീര അവയെല്ലാം വെച്ചിട്ട് നമുക്ക് തമ്പുളി ഉണ്ടാക്കാനായിട്ട് പറ്റും. കക്കരിക്ക നന്നായിട്ട് കഴുകി അതിൻ്റെ തോലോട് കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തോൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, കൂടുതൽ എരിവില്ലാത്ത 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് തീരെ എരിവില്ലാത്തൊരു കറിയും കൂടിയാണ്. ഇനി അതിലേക്ക് ഒരു 8ഓളം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കുരുമുളകില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു കൈപ്പിടി മല്ലിച്ചപ്പ്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തമ്പുളിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. ഞാനിതിലേക്ക് ഏകദേശം 3 വലിയ ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. ഇതൊരു കട്ടിയുള്ള തൈരാണ് കേട്ടോ. തൈരിന് പകരം നമുക്ക് മോര് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നിങ്ങൾക്കിതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിനു മുൻപ് ഞാൻ ഇതുപോലെ തന്നെ നമുക്ക് കുക്കിംഗ് ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പച്ചിപ്പുളുസ് എന്ന റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. തമ്പുളിയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ടൊരു ചട്ടി വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചട്ടി അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് തന്നെ എണ്ണ പെട്ടെന്ന് തന്നെ ചൂടായി വന്നു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണിനും താഴെയായിട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്കൊരു 3 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ആ എണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ ഒന്ന് റെഡിയായി വന്നോളും. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ എണ്ണയുടെ ചൂടിൽ കിടന്ന് തന്നെ അതും കൂടി ഒന്ന് റെഡിയായി വന്നോളും. അങ്ങനെ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തമ്പുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കക്കരിക്ക വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ നമ്മുടെ വയറിനും ദഹനത്തിനും ഒക്കെ നല്ല ഗുണം ചെയ്യുന്ന തമ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല വെറൈറ്റി റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.